ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കനോ ക്രിയേഷൻ. എല്ലാവർക്കും കനോ ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ പേര് രേഷ്മ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡാർക്ക് സർക്കിൾസ് മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട്. അപ്പൊ നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാവണ ഡാർക്ക് സർക്കിൾസ് മെയിൻലി നമ്മുടെ അണ്ടർ ഐയിലുള്ള, അതായത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് കൺട്രോൾ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കൺട്രോൾ ചെയ്യുന്നതും അതിന്റെ റീസൺസ്, കോമൺ റീസൺസ് എന്തൊക്കെയാണ്, ഡാർക്ക് സർക്കിൾസ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പൊ ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ അടിയിൽ ഉണ്ടാവുന്ന ആ ഒരു ബ്ലാക്ക് കളർ സർക്കിൾ ലൈൻ ആണ് നമ്മൾ ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്നത്. ഡാർക്ക് സർക്കിൾസ് മെയിൻ ആയിട്ടും നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാവുന്ന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഉള്ള ആ ഒരു സ്കിന്ന് വന്നിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. ഏറ്റവും നമ്മളവിടെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് എല്ലാ ഏരിയയിലും, അതായത് ഹാൻഡ്സിലായാലും ഫേസിൽ തൊടമ്പിടായാലും ഒക്കെ അതിൽ നിന്നും ഒക്കെ കുറച്ചും കൂടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. നമ്മുടെ കണ്ണിന് ചുറ്റും പെട്ടെന്ന് ഒരു ബ്ലാക്ക് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണത് അതുകൊണ്ടാണ്. അവിടുത്തെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു ഡാർക്ക് സർക്കിൾസ് മെയിൽസിനും ഫീമെയിൽസിനും വരാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്കും ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. മെയിൻ ആയിട്ടും ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അലർജി പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എന്തെങ്കിലും ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഫേഷ്യൽ ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് നമ്മുടെ കണ്ണിന്റെ അടിയിൽ കറുപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഒരു അലർജറ്റിക് റിയാക്ഷൻ വഴി ഉണ്ടാവുന്ന ഒരു ഇതാണ് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ്. അതുപോലെ തന്നെ നമ്മൾ ചിലർ ഹെയർ ഡൈസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഹെയർ ഡൈസിന്റെ അലർജി ആയിട്ട് നമുക്ക് കണ്ണിന്റെ ചുറ്റും ഫേസിലൊക്കെ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ചിലർക്ക് ഐ ക്രീംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ഈ ഒരു അലർജറ്റിക് റിയാക്ഷൻ ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ, അതായത് കണ്ണിന്റെ താഴെ കറുപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഡാർക്ക് സർക്കിൾസ് നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹോം റെമഡീസ് ചെയ്തിട്ടും ഈ ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതല്ലാണ്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് സ്കിന്ന് നന്നായിട്ട് റബ്ബ് ചെയ്യത്തില്ലേ. അപ്പം റബ്ബ് ചെയ്യുന്ന ടൈമില് നമ്മുടെ അണ്ടർ ഐയില് നന്നായിട്ട് ഹാർഷായിട്ട് റബ്ബിങ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടുത്തെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആണ്, ഡെലിക്കേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്കളറേഷൻ പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും, അതുപോലെ തന്നെ നമ്മൾ എന്തോ ഫേഷ്യൽ ക്രീംസ്, അതുപോലെ പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ പാക്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പാക്ക് ഇടുമ്പോൾ എന്ത് പാക്ക് ഇട്ടോട്ടെ നമ്മൾ ഐസ് വിട്ടിട്ട്, അതായത് ആ ഒരു ഐസിന്റെ കോർണർ വിട്ടിട്ട് മാത്രമേ പാക്സ് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അവിടുത്തെ സ്കിന്ന് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പാക്സ് ഇട്ടോട്ടെ അല്ലെങ്കിൽ ക്രീംസ് ഇട്ടോട്ടെ ഐയുടെ ഏരിയ കവർ ചെയ്തിട്ട് ഇടാനായിട്ട് പാടില്ല. അത് വിട്ടിട്ട് മാത്രമേ ഇടാവൂ. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഡാർക്ക്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നൊന്നും എക്സ്പ്ലോഷർ കൊണ്ടും നമുക്ക് ഇതുപോലെ ഡാർക്ക് സർക്കിൾസ് കണ്ണിന് ചുറ്റും വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇതായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബെറ്റർ സ്ലീപ്പ് ആണ്. നല്ല രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഏറ്റവും ഇതായിട്ട് പറയണ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 to 9 hours നന്നായിട്ട് ഉറങ്ങിയിരിക്കണം. ഉറങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ബെറ്റർ സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഡാർക്ക് സർക്കിൾസ് വരും. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹോം റെമഡീസ് ഞാൻ പറയാണ്. അപ്പം ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് ആണ്. ഡാർക്ക് സർക്കിൾസിന് പറ്റിയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് പറയാം. അപ്പം നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യവും തന്നെയാണ്, ഡാർക്ക് സർക്കിൾസ് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോം റെമഡി ആയിട്ട് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കുംബർ ആണ്. കുക്കുംബർ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കുക്കുംബർ കുറച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം നിങ്ങളത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഐ ഏരിയയിൽ കണ്ണടച്ച് വെച്ചിട്ട് കണ്ണിന്റെ മുകളിൽ വെച്ച് കുറച്ചൊരു 10 minutes അങ്ങനെ വെച്ചു കൊടുക്കുക. അത് കുറച്ച് നാള് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഡാർക്ക് സർക്കിൾസ് മാറും എന്നാണ് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്കാണ്.
മിൽക്കിനകത്ത് ഉള്ള ഡാർക്ക് സർക്കിൾസ് മാറും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുക്കുംബർ എന്ന് പറയുമ്പോൾ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആസ്ട്രിജന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ള ഇഷ്യൂസ് ഒക്കെ നന്നായിട്ട് ഈ ഒരു കുക്കുംബർ കൺട്രോൾ ചെയ്ത് നിർത്തും എന്നാണ് പറയണത്. പിന്നെന്ന് പറയുമ്പോൾ മിൽക്കാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B6 ഉണ്ട്. വൈറ്റമിൻ B6 എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂ സ്കിൻ സെൽസിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് വൈറ്റമിൻ B12 ഉണ്ട്. B12 എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് വളരെ നല്ലതാണ്. മിൽക്കും ഇതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് വെച്ചിട്ട് പിന്നെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അത് എക്സ്ട്രീം മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും, സ്കിന്നിനെ റിപ്പയർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് കോക്കനട്ട് ഓയിലും ജസ്റ്റ് ഒരു കോട്ടൺ പാഡങ്ങാനോ എടുത്തിട്ട് കോക്കനട്ട് ഓയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ കണ്ണിന് ചുറ്റും ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡാർക്ക്നെസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു റെമഡി പോലെ പറയാനായിട്ട് പറ്റും. ആൽമണ്ട് ഓയിൽ ഉണ്ടല്ലോ, അപ്പൊ ആൽമണ്ട് ഓയിൽ ഒരു കുറച്ച് ഡ്രോപ്സ് എടുക്കുക. അതിനകത്ത് ഒരു ഡ്രോപ്പ് ലെമൺ ജ്യൂസും കൂടി ഇട്ടതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും നല്ലൊരു റെമഡി ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഐ ക്രീംസ് അല്ലെങ്കിൽ ഐ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, മെയിൻലി ഐ ക്രീംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ജോജോബ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മൾ ആ ഐ ക്രീം എടുക്കുമ്പോൾ അതിന്റെ കണ്ടന്റ്സ് വായിക്കണം, അതിന്റെ ഇൻഗ്രീഡിയൻസ് വായിക്കണം. അപ്പൊ അതിനകത്ത് മെയിൻലി സ്പെസിഫിക് ചെയ്തിട്ടുണ്ടായിരിക്കും ഇന്ന പ്രോഡക്ട്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ട് ഉള്ളതെന്ന്. ഓക്കെ, അപ്പൊ അതിനകത്ത് ജോജോബ ഓയിൽ അതുപോലെ സൺഫ്ലവർ ഓയിൽ ഒക്കെ പ്രസന്റബിൾ ആയിട്ടുള്ള ഐ ക്രീംസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റമിൻ സി ഉള്ള ഐ ക്രീംസ് യൂസ് ചെയ്യുക. അതുപോലെ വൈറ്റമിൻ B6 ഉള്ള ഐ ക്രീംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ള ഐ ക്രീംസ് നിങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഐ ക്രീംസും നിങ്ങൾ 6 മന്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കാനോ അത് യൂസ് ചെയ്യാനോ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കുട്ടി ബെലൈക്കനും പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.